എല്ലാവരും ക്രൗഡ് ഉണ്ടാവൂ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു നല്ല ക്രൗഡ് ഉണ്ടാവും. കാലിക്കറ്റാണ്, സിനിമയെ ഞങ്ങളെ ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എപ്പോ കാലിക്കറ്റ് പ്രൊമോഷൻ വന്നാലും ഒരുപാട് സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ കാണാനും നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അനുഭവിക്കാനും പറ്റുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിന്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നതിന്, ഈ സ്നേഹം താങ്ക് യു. പിന്നെ ഈ സിനിമയില് ഞാനൊരു ശ്രീകുട്ടൻ മലയാളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു സ്ട്രഗ്ലിംഗ് സിംഗറാണ്. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ധാരണ ഇതിനെപ്പറ്റി കിട്ടും. ഞങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി അധികം ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാത്തത് നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കരുത്. തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ പേര് ഈ സിനിമയിലുണ്ട്. അവർക്ക് എല്ലാവർക്കും എനിക്കും ഈ സിനിമ വളരെ സ്പെഷ്യലായിട്ട് ഒരു സിനിമയാണെന്ന് അറിയാം. നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞങ്ങള് അതിനിടെ 14-ാം തീയതി മെയ് 14-ന് ഞങ്ങൾ എല്ലാവരും കുറെ സ്വപ്നം കണ്ട് കുറെ ഇഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്തിട്ടുള്ള ഈ സിനിമ 14-ാം തീയതി മുതൽ നിങ്ങളുടെയും കൂടെ സിനിമയാണ്. നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടൊവിനോ തോമസ് അതിനുശേഷം ഐ തിങ്ക് ക്യാമ്പസ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമ? ഇല്ല, മെക്സിക്കൻ ഭാരതയൊക്കെ പോലെ അങ്ങനത്തെ, പിന്നെ ഗോവയിലും. പക്ഷെ ഇങ്ങനെ ഫൺ ആയിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ബേസിൽ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഒരു സിനിമയിൽ, അല്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്ത് ബോഡി ട്രാൻസ്ഫോം ചെയ്ത്, അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കുന്നവർ, നന്നായിട്ട് അതിനെ പാഷനേറ്റ് ആയിട്ട് പലതും സാക്രിഫൈസ് ചെയ്ത് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നവർ രക്ഷപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് വലിയൊരു സുഖമാണ്, അല്ലെ? നമുക്കും കൂടെ ആ സന്തോഷം തോന്നും, അല്ലെ? അത് എന്റെ ഒരു സുഹൃത്തും കൂടെ ആയത് കാരണം കൊണ്ട് എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട്. പിന്നെ ബേസിൽ മാത്രമല്ല, ഇതിലുള്ള അരുൺ അനിരുദ്ധൻ, ഞങ്ങൾക്ക് എത്രയോ വർഷമായിട്ട് ഞങ്ങൾ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഞങ്ങൾ മുമ്പും ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ഇന്ന് നടന്നപ്പോ അത് അതിരടി എന്ന് പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ടാണ് നടന്നത്. പോൾസൺ, റിയനെ എനിക്ക് കൊച്ചിലെ മുതൽ അറിയാം. ABCDയുടെ പ്രൊഡ്യൂസറിന്റെ മോളാണ്. അപ്പോ 2012 സമയത്ത് ഞാൻ കൊച്ചുകുട്ടിയായിട്ട് കണ്ടതാണ്. അത് കഴിഞ്ഞ് റിയ ഇപ്പോ സർവമായിലെ ഡെലുലു ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി. അതേപോലെ തന്നെ ഈ സിനിമയിലും ഒരുപാട് ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് വിഷ്ണു അഗസ്ത്യ. ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഓഫ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് വിഷ്ണു അഗസ്ത്യയുടെ പെർഫോമൻസസ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അഡ്മിറേഷൻ തോന്നുന്നുണ്ട്. ഗംഭീരമായിട്ട് ഈ സിനിമയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിലെ ഒരു സീൻ ബേസിലും വിഷ്ണു അഗസ്ത്യയും കൂടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷെൽവിൻ ഞങ്ങൾ മുമ്പ് നാരദലിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഷെൽവിനും ഇതിനകത്ത് പരശു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ഗംഭീര ക്യാരക്ടറാണ് ചെയ്യുന്നത്. ത്രൂ ഔട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് വലിയ ഗുണങ്ങളുണ്ടാവട്ടെ. നിങ്ങൾക്ക് ധാരാളം എന്റർടൈൻമെന്റ് കിട്ടിട്ട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിനിമയാവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ വന്നിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ലൈക്ക് ഈ ഒരു എനർജി തന്നെയാണ് ആക്ച്വലി ഞങ്ങളുടെ പടത്തിൽ ഞങ്ങൾ പറയാൻ അതിരടി എന്ന് പറയുന്ന ഒരു ലൈക്ക് ഫൺ കമേഴ്ഷ്യൽ ക്യാമ്പസ് എന്റർടൈനർ ആണ്. ഒരു കോളേജ് ഫെസ്റ്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. സാം ബോയ് എന്ന് പറയുന്നത്, സാം ബോയ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. മെയ് 14-നാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നിങ്ങൾ എല്ലാവരും പോയി കണ്ട്, നിങ്ങളൊക്കെ തന്നെ പോയാൽ മതി പടം ഹിറ്റാകാൻ. അപ്പോൾ പേരൊക്കെ തന്നെ നിങ്ങൾ ഇതേപോലെ ഈ സ്നേഹം തന്നെ നിങ്ങൾ തിയേറ്ററുകളിലും കാണിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓൾസോ ഞാൻ ആദ്യമായിട്ട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സിനിമയും കൂടിയാണ്.
ബേസിക് ജോസഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ബാനറിൽ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മുടെ ഡെലുലുവിനെ നമുക്ക് കൈപിടിച്ചു കൊണ്ടുവരാം. ക്രേസി ക്രൗഡ് അല്ലേ? ഹാവ് യു സീൻ ദിസ് സോർട്ട് ഓഫ് മാഡ്നെസ്? ക്രേസി ക്രൗഡ്, റിയലി റിയലി ക്രേസി ക്രൗഡ്. വൗ. Say hi to all your Delulu lovers. എപ്പോഴും പാലക്കേറ്റ് ഇസ് എ വൈബ് ഡൂഡ്. ഐ കാന്റ് ടെൽ യു. നിങ്ങളുടെ ഭാഷയിൽ എന്താണ്? All the way to the back. All the way to the back. You guys love Delulu. Okay, എല്ലാവരും കൂടെ ഒരുമിച്ച് കോഴിക്കോടിന്റെ ഒരു വൈബ് നമുക്ക് ഡെലുലുവിനെ കാണിച്ചു കൊടുത്താലോ? Are you ready? Make some noise for Delulu. We'll get ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങോട്ട് തരാം. ബോട്ടിൽ വെള്ളം ഇങ്ങോട്ട് തരാം. എത്തുന്നുണ്ട്. അവിടെ കൊടുക്കാം. എത്തിക്കുന്നുണ്ട്. We're getting it. Thank you. Arachchandra. Okay, Riya. What's up? So now അതിനിടെയാണ് roll number 39 B.Tech student at BCET College. ലോയോള കോളേജിൽ നിന്നും BCET വരുമ്പോഴുള്ള മാറ്റം എന്തൊക്കെയാണ്? ഒരു കോളേജിൽ മറ്റൊരു കോളേജിലോട്ട് ലിറ്ററലി കോളേജ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ പട സർവമായി കഴിഞ്ഞിട്ട് പിന്നെ അതിരടി കൈപിടിച്ചു കൊണ്ടുപോകാൻ പ്രിൻസിപ്പൽ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ I suddenly felt my age. I'm like double your age. Continue. മതിയാ, ഫ്രണ്ട് കാണാമോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങളുടെ എനർജി കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹൈറ്റ് ആയിരിക്കാണ്. So many people അവിടെ വരുന്നുണ്ട് കുറെ. So nice. So happy, so excited. And ഇനി നിങ്ങൾ അതിരടി കണ്ടിട്ട് ഇത്രയും ഒരു എക്സൈറ്റ്മെന്റും ഹൈപ്പിലും ആ പടം എൻജോയ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ആൻഡ് 14 ദിവസം കൂടെ ഉള്ളൂ. So I really hope that you all enjoy and I love the hype, man. Woo! You're Swati R. Krishna, അല്ലേ? Swati R. Krishna എന്ന ക്യാരക്ടറായിട്ടാണ് ഇനി വരാൻ പോകുന്നത്. There is Basil Joseph as Sam Kutti, there is Tobino as Sri Kutten, പിന്നെ വിനീത് ശ്രീനിവാസൻ ഉണ്ട്, ഷാൻ റഹ്മാൻ ഉണ്ട്. What should we expect? ചോദിക്കുമ്പോ പ്രഷർ ആവുന്നു. ബേസിക്കലി ഒന്നും എക്സ്പെക്ട് ചെയ്യലെന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് ജസ്റ്റ് ഗോ ആൻഡ് ഹാവ് ഫൺ. പടം കാണുമ്പോൾ എൻജോയ് ചെയ്ത് പടം കാണാം. ഡോണ്ട് എക്സ്പെക്ട് ബട്ട് എൻജോയ്. ഓക്കെ, നമ്മുടെ കുറച്ച് ആൾക്കാർ ഇവിടെ വളരെ അനുസരണയോടെ നിൽക്കുന്നുണ്ട്. വിഷ്ണു, അരുൺ, ഷെൽവിൻ, അനന്തു എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരും. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട്